ഈ വീഡിയോയിലൂടെ വെളിപാട് പുസ്തകം വെളിപ്പെടുത്തുന്ന 4 നിഗൂഢതകൾ നിറഞ്ഞ സ്ത്രീകളെക്കുറിച്ച് ചിന്തിക്കാം. ഒന്നാമതായി, വെളിപാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈസാബേൽ. രണ്ടാമതായി, വെളിപാട് പുസ്തകം 12-ാം അധ്യായം വെളിപ്പെടുത്തുന്ന സൂര്യനെ അണിഞ്ഞ സ്ത്രീ. മൂന്നാമതായി, വെളിപാട് പുസ്തകം 17-ാം അധ്യായം വെളിപ്പെടുത്തുന്ന പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യ. നാലാമതായി, വെളിപാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കുഞ്ഞാടിന്റെ കാന്ത അല്ലെങ്കിൽ കുഞ്ഞാടിന്റെ മണവാട്ടി. ഇനി നമുക്ക് ഇവയെ ഒന്നൊന്നായി നോക്കാം. ഒന്നാമതായി, ഈസാബേൽ. വെളിപാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസാബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചാരം ചെയ്യുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. വെളിപാട് പുസ്തകം 2-3 അധ്യായങ്ങൾ 7 സഭകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അധ്യായങ്ങളാണ്. വെളിപാട് പുസ്തകം എന്നത് സിംബോളിക് അല്ലെങ്കിൽ പ്രതീകാത്മകമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇവിടെ 7 സഭകൾ എന്നത് ദൈവസഭയുടെ 7 കാലഘട്ടങ്ങളെയാണ് പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നത്. തുരൈത്തീര സഭയുടെ കാലഘട്ടം എന്നത് AD 538 മുതൽ AD 1798 വരെയാണ്. അതായത് പാപ്പത്വത്തിന് സർവാധികാരം ലഭിച്ച സമയം മുതൽ പോപ്പ് പയസ് 6-ാമൻ തടവറയിൽ പോയതുവരെയുള്ള സമയം. ചരിത്രത്തിലെ അന്ധകാര യുഗമായ 1260 വർഷങ്ങളാണിത്. ഇനി പ്രവചനത്തിൽ സ്ത്രീ എന്നത് പ്രതീകാത്മകമായി ദൈവജനത്തെ അല്ലെങ്കിൽ സഭയെ പ്രദാനം ചെയ്യുന്നു. യെശയ്യാ പ്രവചനം 54-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. തിരുവചനത്തിൽ നിരവധി പ്രാവശ്യം സൃഷ്ടികർത്താവായ ദൈവത്തെ ദൈവജനത്തിന്റെ മണവാട്ടിയായും സഭയെ മണവാട്ടിയായും ചിത്രീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് സ്ത്രീകളുമായി മാലിന്യപ്പെടാത്ത നല്ല സ്ത്രീകൾ കന്യകയായ മണവാട്ടി സത്യസഭയെയും മോശപ്പെട്ട വ്യഭിചാരിണിയായ സ്ത്രീകൾ വിശ്വാസത്യാഗം സംഭവിച്ച സഭയെയും പ്രദാനം ചെയ്യുന്നു. ഇവിടെ 538 AD മുതൽ 1798 AD വരെയുള്ള തുരൈത്തീര സഭയെക്കുറിച്ചുള്ള കാലഘട്ടത്തെ പ്രതീകാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്ന ഇടത്ത് വെളിപാട് പുസ്തകം ഈസാബേൽ എന്ന സ്ത്രീയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഈ ഈസാബേൽ എന്ന സ്ത്രീ ഏലിയ പ്രവാചകന്റെ സമയത്ത് ജീവിച്ചിരുന്ന ആഹാബ് രാജാവിൻ്റെ ഭാര്യയായ ഒരു ദുഷ്ട സ്ത്രീയായിരുന്നു. ഈ ഈസാബേൽ തൻ്റെ ഭർത്താവായ ആഹാബിനെ വാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചു. ഇസ്രയേലിൽ വിഗ്രഹാരാധന കൊണ്ടുവന്നു. ദൈവജനത്തിൻ്റെ പ്രവാചകന്മാരെ കൊന്നൊടുക്കി. അതുപോലെ ഇസബേലിനെ പരാസംഗം ചെയ്യുന്നവളും ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവളും എന്നാണ് തിരുവചനം പറയുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം മുതൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത്രയും ദുഷ്ടത പ്രവർത്തിച്ച ഒരു സ്ത്രീയോടാണ് ഇവിടെ തിരുവചനം തുരൈത്തീര സഭയുടെ കാലഘട്ടത്തെ ഉപമിക്കുന്നത്. അതിനുള്ള കാരണം 538 AD പാപ്പത്വത്തിന് സർവാധികാരം ലഭിച്ചപ്പോൾ സഭ അനേകം ദുരാചാരങ്ങൾ ഇസാബേൽ ഇസ്രയേലിൽ കൊണ്ടുവന്നതുപോലെ ദൈവസഭയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ്. ഇവിടെ വെളിപാട് പുസ്തകം വെളിപ്പെടുത്തുന്ന 1-ാമത്തെ സ്ത്രീയായ ഇസബേൽ പ്രതീകാത്മകമായി 538 AD മുതൽ 1798 AD വരെയുള്ള സഭാ കാലഘട്ടത്തെ, അന്ധകാര യുഗത്തെ, പാപ്പത്വത്തിൻ്റെ മേൽക്കോയ്മയെ പ്രദാനം ചെയ്യുന്നു. ഇനി നമുക്ക് വെളിപാട് പുസ്തകം വെളിപ്പെടുത്തുന്ന 2-ാമത്തെ സ്ത്രീയെക്കുറിച്ച് നോക്കാം.
വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. ഇവിടെ വെളിപാടുകാരനായ യോഹന്നാൻ തൻ്റെ സ്വർഗീയ ദർശനത്തിൽ ഒരു സ്ത്രീയെ കാണുന്നു. നമ്മൾ മുന്നമേ മനസ്സിലാക്കി വെളിപാട് പുസ്തകം പ്രതീകാത്മകമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് എന്നും സ്ത്രീ സഭയെ പ്രദാനം ചെയ്യുന്നു എന്നും. ഇനി ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ സഭയുടെ ചില സവിശേഷതകളെ കുറിച്ച് നമുക്ക് നോക്കാം. സ്ത്രീ ഒന്നാമതായി സൂര്യനെ അണിഞ്ഞിരിക്കുന്നു. തിരുവചനത്തിൽ സ്വർഗത്തിലെ ദൈവം കർത്താവ് യേശു ക്രിസ്തു സൂര്യനെ പ്രദാനം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 84:11 യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പ്രവചനത്തിൽ സൂര്യൻ ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഈ സ്ത്രീ അല്ലെങ്കിൽ സഭ പൂർണ്ണമായും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. രണ്ടാമതായിട്ട് പറയുന്നു ഈ സ്ത്രീയുടെ കാൽ കീഴ് ചന്ദ്രൻ എന്ന്. ചന്ദ്രന് സ്വയം പ്രകാശിക്കുവാൻ കഴിയുകയില്ല. സൂര്യന്റെ പ്രകാശം തട്ടി പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ വചനവും ക്രിസ്തുവാകുന്ന ദൈവത്തിൽ തട്ടിയാണ് പ്രതിഫലിപ്പിക്കുന്നത്. തിരുവചനം പറയുന്നു, സങ്കീർത്തനങ്ങൾ 119:105, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. 2 തിമോഥെയോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസനീയമാകയാൽ. ഇവിടെ സ്ത്രീ അല്ലെങ്കിൽ സഭയുടെ കാൽ കീഴിൽ ചന്ദ്രൻ എന്നതിനർത്ഥം സഭയുടെ അടിസ്ഥാനം പൂർണ്ണമായും ദൈവവചനത്താൽ ഉള്ളതാണ് എന്നാണ്. മൂന്നാമതായി തിരുവചനം പറയുന്നു സ്ത്രീയുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടമുണ്ട് എന്ന്. കിരീടം അധികാരത്തെ പ്രദാനം ചെയ്യുന്നു. നക്ഷത്രം ദൂതന്മാർ അല്ലെങ്കിൽ ദൂത് വഹിക്കുന്നവരെ പ്രദാനം ചെയ്യുന്നു. വെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. സ്ത്രീയുടെ അല്ലെങ്കിൽ സഭയുടെ തലയിലെ 12 നക്ഷത്രമുള്ള കിരീടം ക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളെ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ഈ സ്ത്രീ അല്ലെങ്കിൽ സഭ പൂർണ്ണമായും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ദൈവവചനത്തിന് അധിഷ്ഠിതമാണ്. സഭ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളെ പിന്തുടരുന്നു. ഇത് ദൈവത്തിൻ്റെ അന്ത്യനാളിലെ സത്യസഭയെ പ്രദാനം ചെയ്യുന്നു. തുടർന്ന് തിരുവചനം പറയുന്നു, വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. ഇവിടെ ദൈവത്തിൻ്റെ സത്യസഭ പ്രതീകാത്മകമായി ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു. എന്നാൽ ഈ സമയത്ത് ഒരു ഡ്രാഗൺ അല്ലെങ്കിൽ മഹാസർപ്പം പ്രത്യക്ഷപ്പെടുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി, 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. പ്രവചനത്തിൽ മഹാസർപ്പം സാത്താനെ പ്രദാനം ചെയ്യുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. പ്രവചനത്തിൽ മൃഗം രാജ്യങ്ങളെയും രാജാക്കന്മാരെയും പ്രദാനം ചെയ്യുന്നു. അതുപോലെ ഇവിടെ മഹാസർപ്പം സാത്താനെയും സാത്താനാൽ ഭരണം നയിക്കപ്പെടുന്ന റോമ സാമ്രാജ്യത്തെയും പ്രദാനം ചെയ്യുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുന്നിൽ നിന്നു. സ്വർഗത്തിൽ നിന്നും 3-1 ദൂതന്മാരെ വഞ്ചിച്ച് ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞ സാത്താൻ അല്ലെങ്കിൽ ലൂസിഫർ ഇവിടെ പ്രതീകാത്മകമായി സ്ത്രീയാകുന്ന സഭയിലൂടെ വന്ന ക്രിസ്തുവിനെ കൊല്ലാൻ റോമൻ ഭരണാധികാരികളുടെ അധീനതയിലുള്ള ഹേരോദ രാജാവിലൂടെ ശ്രമിക്കുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. എന്നാൽ ഇവിടെ ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് 33.5 വർഷക്കാലം ശുശ്രൂഷിച്ച് പാപരഹിതമായ ജീവിതം നയിച്ച് ക്രൂശിൽ മരിച്ച് മാനവകുലത്തിന് രക്ഷയൊരുക്കി സ്വർഗത്തിലേക്ക് തിരികെ കയറിപ്പോയി. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതു ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും.
എന്നാൽ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം സഭ 1260 വർഷം മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് പോകുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. പ്രവചനത്തിൽ മരുഭൂമി മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്നും മാറി നിൽക്കുന്നതിനെ പ്രദാനം ചെയ്യുന്നു. എന്തുകൊണ്ട് സ്ത്രീ അല്ലെങ്കിൽ സഭ മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് പോയി? വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം, തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ സകലത്തിന്റെയും അധിപതിയായി മാറിയ ക്രിസ്തു സാത്താന്റെ തല തകർത്തു എന്ന് മനസ്സിലാക്കിയ സാത്താൻ ദൈവസഭയെ വിശ്വാസത്യാഗിനിയായ സഭയിലൂടെ ഉപദ്രവിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് സഭ മരുഭൂമിയിലേക്ക് ഓടിപ്പോയത്. സത്യസഭ 1260 ദിവസം മരുഭൂമിയുടെ അനുഭവത്തിലായിരിക്കും. യെഹെസ്കേൽ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിന്റെയും സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവചനത്തിൽ ഒരു ദിവസം എന്നത് ഒരു വർഷമാണ്. അപ്പോൾ 1260 ദിവസം എന്നത് 1260 വർഷങ്ങളാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം 1260 വർഷം ദൈവത്തിന്റെ സത്യസഭ മരുഭൂമിയിലേക്ക് അല്ലെങ്കിൽ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് പോയി. ഇത് 538 AD പാപ്പത്വത്തിന് സർവാധികാരം ലഭിച്ചത് മുതൽ 1798 AD പോപ്പ് പയസ് 6-ാമനെ ഫ്രാൻസിലെ ചക്രവർത്തിയായ നെപ്പോളിയന്റെ ആർമി ജനറൽ ബെർത്തിയൻ അറസ്റ്റ് ചെയ്ത് ഫ്രാൻസിലേക്ക് കൊണ്ടുപോയതുവരെയുള്ള 1260 വർഷത്തെ പ്രദാനം ചെയ്യുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി സംരക്ഷിച്ചു. എന്നാൽ ഈ 1260 വർഷങ്ങൾക്ക് ശേഷം 1798 ശേഷം ദൈവവചനത്തിന് വിരുദ്ധമായി നിലനിന്ന കത്തോലിക്ക സഭയ്ക്കെതിരെ ദൈവത്തിൻ്റെ സത്യസഭ ശക്തി പ്രാപിച്ചു. ഇന്ന് 218 രാജ്യങ്ങളിൽ ശക്തമായി പ്രവർത്തിക്കുന്നു. എന്നാൽ വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം പറയുന്നു, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യമുള്ള പ്രവചനത്തിൻ്റെ വരമുള്ള സ്ത്രീയോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സത്യസഭയോട് ഇന്നും സാത്താൻ കോപിക്കുന്നു, സാത്താൻ എതിർക്കുന്നു, സാത്താൻ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ വെളിപാട് പുസ്തകത്തിലെ 2-ാമത്തെ സ്ത്രീ, സൂര്യനെ അണിഞ്ഞ സ്ത്രീ, ദൈവത്തിൻ്റെ അന്ത്യനാളിലെ സത്യസഭയെ പ്രദാനം ചെയ്യുന്നു. ഇനി നമുക്ക് വെളിപാട് പുസ്തകം വെളിപ്പെടുത്തുന്ന 3-ാമത്തെ സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കാം. വെളിപാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ, പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തൻ്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഈ മഹാവേശ്യയെക്കുറിച്ച് മനസ്സിലാക്കാൻ മ്ലേച്ഛതകളുടെ മാതാവ് വെളിപ്പെടുന്നു എന്ന ഈ വീഡിയോ കാണുക. ഇത് വിശ്വാസത്യാഗം സംഭവിച്ച സഭയിൽ ദുരുപദേശങ്ങൾ കൊണ്ടുവന്ന കത്തോലിക്ക സഭയെ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ വെളിപാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഇസബേലും, അതുപോലെ വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിലെ മഹാവേശ്യയും വിശ്വാസത്യാഗിനിയായ കത്തോലിക്ക സഭയെ പ്രദാനം ചെയ്യുമ്പോൾ, വെളിപാട് പുസ്തകം 12-ാം അധ്യായം സൂര്യനെ അണിഞ്ഞ സ്ത്രീ ദൈവത്തിൻ്റെ അന്ത്യനാളിലെ സത്യസഭയെ പ്രദാനം ചെയ്യുന്നു. ഇനി നമുക്ക് വെളിപാട് പുസ്തകം വെളിപ്പെടുത്തുന്ന 4-ാമത്തെ സ്ത്രീയെക്കുറിച്ച് നോക്കാം. വെളിപാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. കുഞ്ഞാട് ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നു. കുഞ്ഞാടാകുന്ന ക്രിസ്തുവിൻ്റെ കാന്തയാണ് ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ സഭ. ഈ സ്ത്രീ വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തി എന്ന ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിച്ചിരിക്കുന്നു. ഇത് ക്രിസ്തുവിൻ്റെ 10 കന്യകമാരുടെ
ഉപമയിലെ പരിശുദ്ധാത്മാവ് എന്ന എണ്ണയും കൂടിയുള്ള ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെയുള്ളവരുടെ കൂട്ടമാണ്. ദൈവത്തിനും ദൈവജനത്തിനും അടയാളം ശബതാണ്. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം അതിൻ്റെ 12-20 വാക്യങ്ങൾ: ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കുമിടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എൻ്റെ ശബത്തുകളെയും ഞാൻ അവർക്ക് കൊടുത്തു. എൻ്റെ ശബത്തുകളെ വിശുദ്ധീകരിപ്പിൻ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കും ഇടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. 4-ാം കൽപ്പനയായ ശബത്ത് ഉൾപ്പെടെയുള്ള ദൈവകൽപ്പനകളും യേശുവിങ്ങളുടെ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയുള്ള സത്യസഭയിലെ അംഗങ്ങളാണ് ഇവർ. കുഞ്ഞാടാകുന്ന ക്രിസ്തു ശബത്ത് എന്ന അടയാളത്താൽ തൻ്റെ കാന്തയായിരിക്കുന്ന മണവാട്ടിയെ തിരിച്ചറിയുകയും ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ ഈ മണവാട്ടി സഭ എന്ന നമ്മളാകുന്ന വിശുദ്ധ മന്ദിരങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇതാണ് വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തുന്ന 4 സ്ത്രീകൾ. ബൈബിൾ വിരുദ്ധ പഠനങ്ങൾ നിലനിൽക്കുന്ന സഭകളും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ സത്യസഭയും ഇന്ന് ഈ ലോകത്തിലുണ്ട്. അതിലേത് സഭയുടെ അംഗമാകണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഓർക്കുക, എല്ലാ സഭകളും നമ്മളെ സത്യത്തിലേക്ക് നയിക്കുകയില്ല. അതുകൊണ്ട് ബൈബിൾ പഠിച്ച് ബൈബിൾ സത്യങ്ങളെ പിന്തുടരുന്ന ദൈവത്തിൻ്റെ സത്യസഭയുടെ അംഗങ്ങളായി ക്രിസ്തുവിനോടൊപ്പം ചേരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.